ചേട്ടാ ഞാൻ ചേട്ടനൊരു റീൽ അയക്കാം കേട്ടോ. അതൊന്ന് കണ്ടു നോക്ക്. കാരണം ഇപ്പൊ കൊറേ റീലുകളുടെ കാലം. എന്തായാലും ആ റീൽ ഒന്ന് കണ്ടു നോക്ക്. അതൊരു കാര്യം ചെയ്യും, അത് ഇവരെ ഒന്ന് കാണിക്കാം, നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയിലേക്ക് പോവാം. അപ്പം പ്രേക്ഷകരും കണ്ടു, ചേട്ടനും കണ്ടു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാ 2 ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് ഇൻസ്റ്റ ആയാലും ശരി, ഫേസ്ബുക്ക് ആയാലും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ കുറേ ട്രോളുകളുണ്ട്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രോള് കൊണ്ട് മാത്രമല്ല ചിരി വരുന്നേ. ശരിക്കും പറഞ്ഞ എന്താവശ്യത്തിന് വെല്ലോന്റെയും ഗർഭകേസില് ഒരാവശ്യവും ഇല്ലാതെ ജയിലിൽ പോയി കിടന്ന് ഇപ്പൊ 2-3 ദിവസമായിട്ട് ആരോഗ്യവും കളഞ്ഞ് ഇപ്പോഴും ഇങ്ങനെ ഇന്നും അല്ലെ കോടതി നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. എന്താവശ്യം? സത്യം പറഞ്ഞാൽ ചിരിക്കാനുള്ള വകയാണ് ഇത്. ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ. രാഹുൽ ഈശ്വർ എന്ത് കാര്യത്തിന് 2 രാഹുലുമാരും കൂടെ, ഒരാള് നമ്മളെ സത്യം പറഞ്ഞാൽ നമുക്ക് അമർഷം തോന്നുമ്പോ മറ്റേ ആള് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ചിരിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അതിലെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മഹാഭാരതത്തിലെ ഭീഷ്മരുണ്ടല്ലോ, ഭീഷ്മരുടെ അച്ഛൻ ഇതുപോലെ ഒരു സ്ത്രീയെ കാണുന്നു, കണ്ടിട്ട് ഇഷ്ടം തോന്നിയിട്ട് വന്നിട്ട് പറയുന്നു, മകനെ ഇങ്ങനെ ഇത് എനിക്ക് ആ പെണ്ണിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു, തന്റെ അച്ഛൻ ജരാനര ബാധിച്ചു. അപ്പൊ അച്ഛന്റെ ജരാനരകൾ ഏറ്റുവാങ്ങിയിട്ട് ഭീഷ്മര് പറയും, ഞാൻ ഇതാവാം, ജരാനരകൾ ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് അകാല വാർദ്ധക്യം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിയ ഒരാളാണെന്നാണ് ഈ മഹാഭാരതത്തിൽ പറയുന്നത്. എന്ന് പറയുന്ന പോലെ ഒരു നല്ല കേസാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഒരു കൊലപാതക കേസ് ഞാൻ ഏറ്റെടുക്കുന്നു. കൊലപാതക കേസ് കാര്യം ഒരാണ് ചെയ്യുന്നതാണ്. മീൻസ് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാല് ചങ്കൂറ്റമുള്ളവർ ചെയ്യുന്ന പരിപാടിയാണ്. ഒരാളെ അടിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ പോയിട്ട് ഞാൻ മാത്രമല്ല അവൻ മാത്രമല്ലടാ ഞാനും ഉണ്ട് കൂടെ എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. കാര്യം എന്താ, ഒരാൾ തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ തല്ലാണെങ്കിൽ ആരോഗ്യം വേണം, കണ്ടാലൊരു തല്ലിന്റെ ഒരു പവറൊക്കെ ഫീൽ ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരുപാട് ആണുങ്ങൾ നടപ്പിലാക്കുന്ന ഒരു നടപടിയാണ്. എന്ന് വെച്ചാൽ എല്ലാവരും പോയി അടിക്കണമെന്നല്ല പറഞ്ഞത്, പരമാവധി ക്ഷമയാണ് ഏറ്റവും, ഈ ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്ന പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ തല്ലുകേസൊക്കെ ആണെങ്കിൽ ഇവിടെ ഞാൻ മാത്രമല്ല, ഞാൻ ഒരാടാ എന്ന് പറയും. ഉറപ്പല്ലേ? ഇപ്പം നമ്മുടെ അടുക്ക ഒരു കൂട്ടുകാരൻ വന്നിട്ട് നമ്മോട് പറയാം, എടാ എന്നെ അവൻ ഇങ്ങനെ ചെറഞ്ഞു എന്ന് തിരുവനന്തപുരം ഭാഷയാണ്, അപ്പം നമുക്ക് അവനെ പോയി കാണണം. അതെന്താടാ, ബാ നീ വണ്ടിയിൽ കയറും, പോയിട്ട് അവിടെ പോയി അടി ഉണ്ടാക്കി തിരിച്ചു വരും. കേസാവുമ്പം അല്ലെങ്കിൽ ഞാനും ഉണ്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേസിന് വരും. ഇത് ഒരു നാറ്റക്കേസാണ്. സത്യം പറഞ്ഞ് ഇതുപോലെ നാറ്റക്കേസ് ഒരുത്തൻ ഓടി നടന്ന് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പോട്ടെ, പീഡിപ്പിക്കുന്നതിനും ഒരു മര്യാദയുണ്ട്. പീഡിപ്പിച്ച് പ്രഗ്നന്റ് ആക്കുക, അതാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ട് പ്രഗ്നന്റ്. ഇപ്പൊ വേണമെങ്കിൽ പറയുമ്പോ ആണായതുകൊണ്ടാണ് അവൻ അങ്ങനെ കാണിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ആണത്വമില്ലായ്മ. ഒരു സൈഡിൽ നമ്മൾ അപ്പൊ ഉടനെ ഒരുത്തിന് എന്ത് ചെയ്ത് പുരുഷ കമ്മീഷൻ ഉണ്ടാക്കണം. എന്തിന്റെ കേടാ ഇവിടെ പുരുഷ കമ്മീഷന്റെ? പുരുഷന്മാരങ്ങ് പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കും. എടാ അങ്ങനെ ഉണ്ട് പുരുഷന്മാര്. ഞാൻ വേറൊരു ചാനലിൽ കുറെ കാലം വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇത്തരം കുടുംബങ്ങളുമായി എനിക്ക് സഹകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത്തരം കുടുംബങ്ങളുമായിട്ടും അങ്ങനെയുള്ള ആൾക്കാരെയും നമുക്ക് അന്നേരം തോന്നിട്ടാ ഒരു പുരുഷ കമ്മീഷൻ നല്ലതാണ് എന്ന് തോന്നിയ ഒരു സാഹചര്യമൊക്കെ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം സംസാരിക്കാൻ ആള് വേണം. ചില കേസുകളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കേട്ടോ അത്. അപ്പം അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ചില അവരുടെ ദയനീയ സ്ഥിതി കണ്ടിട്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് എന്ത് ദയനീയ സ്ഥിതി? ഇവന് എന്തിന് പുരുഷ കമ്മീഷൻ ഉണ്ടാക്കി ഇവന് കൊടുക്കണം? സവാദ് എന്ന് പറയുന്ന ഒരു അറിയാമല്ലോ, തൃശ്ശൂർ അങ്ങാണ്ട് വെച്ച് ഒരു പെൺകുട്ടിയെ അനാവശ്യം കാണിക്കുക. ഈ പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് വാദിക്കുന്ന വട്ടിയൂർക്കാവ് അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ടീമൊക്കെ ഉണ്ട്. ഇവരെല്ലാം കൂടെ എന്താ ചെയ്തത്, ഇവനെ പിന്നെ വണ്ടിക്കകത്തിരുന്നുകൊണ്ട് കാണിച്ച ഈ മനോരോഗിയെ പെർവർട്ടെന്ന് തന്നെ വിളിക്കുക. അവനെ ഈ ഞരമ്പ് രോഗി എന്ന് പറയാം. അതേ BRM ഷഫീർ തന്നെ ഒരിക്കൽ പറഞ്ഞല്ലോ, അവനെ വലിയൊരു ചികിത്സയ്ക്ക് കൊണ്ടുപോയെന്ന് ഞങ്ങളങ്ങ് പറയുമെന്ന്. എന്തിനാന്ന് ചോദിച്ചാൽ ഞരമ്പ് രോഗത്തിനാന്ന് വെച്ചോളാം. BRM ഷഫീർ ചാനൽ ചർച്ച പറഞ്ഞത്. അപ്പൊ അങ്ങനെ സവാദിന് ജയിലിൽ നിന്ന് ഇറങ്ങി, ഇവൻ അതിൽ ജാമ്യമൊക്കെ കിട്ടി. സവാദ് ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മാലയിട്ട് സ്വീകരിച്ചവരാണ് ഈ പറഞ്ഞ ആളുകൾ. അവനെന്താ പുണ്യപ്രവൃത്തി ചെയ്തിട്ട് വരുന്ന പോലെ. ഇല്ലാന്നുണ്ടെങ്കിൽ അവന് പിന്നെ സ്വാതന്ത്ര്യ സമരത്തിന് ജയിലിൽ കിടന്നിട്ടോ അല്ലെങ്കിൽ ജനകീയ പ്രശ്നത്തിൽ എന്തോ അവരുടെ വീട്ടിലുള്ളവരെയും കൂടെ കാണിക്കണം. അന്നേരവും മാലയിട്ട് സ്വീകരിക്കണം. അതാ പറഞ്ഞത്.
അങ്ങനെയുള്ള ആളുകളെ ഇവിടെ വെളുപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകളുണ്ട്. അതിനെയൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ആണത്വം എന്ന് കരുതുന്ന ചില പെങ്കോന്തന്മാരുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറയും. ചില പെങ്കോന്തന്മാര്, ഷോവനിസ്റ്റുകളൊന്നുമല്ല. ഷോവനിസ്റ്റുകളാണെങ്കിൽ തന്നെ അവർക്ക് ഇച്ചിരി ധൈര്യം ഉണ്ടാവും. ഇതൊക്കെ വെറും പെങ്കോന്തന്മാരാ. കാര്യം ഈ കഴുത കാമം കരഞ്ഞു തീർക്കുമെന്നൊരു ചൊല്ലുണ്ട്. ഇതൊന്നും പറ്റാതിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ അത് അപ്പൊ അങ്ങനെയുള്ള ആണുങ്ങളെയൊക്കെ പുരുഷ കേസരികളായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ഹീറോ വർഷിപ്പ് എന്നൊക്കെ പറയുന്ന ഒരു തലത്തിലേക്ക് പോകുന്ന ഒരു ചില മാനസികാവസ്ഥയാണ്. അതിലൊന്ന് ബാധിച്ച ഒരാളാണ് ശരിക്കും ഈ രാഹുൽ ഈശ്വർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ വല്ലവരും ഓടി നടന്ന് ഈ കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം മുതൽ ഓടി നടന്ന് ഗർഭം ഉണ്ടാക്കി വന്നവനെ അങ്ങ് പ്രൊമോട്ട് ചെയ്തോളൂ. അവൻ 38 ദിവസം അവൻ പോലും വെളിയിലിറങ്ങിയില്ല. വെളിയിലിറങ്ങാതെ അകത്തിരുന്ന സമയത്തോണ്ട് എടുത്ത് പൊക്കി പിടിച്ചിട്ടുണ്ട്. അവന്റെ ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ ഒരു സ്റ്റൈലുണ്ട്, ലാപ്ടോപ്പ് പൊക്കി പിടിച്ച് തമ്പനയിൽ ലാപ്പിൽ ഇട്ടേക്കും. എന്നിട്ട് അത് കാണിച്ചോണ്ടാ പിന്നെ പറയുന്നത്, എടാ രാഹുലെ എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ കാണിച്ചോണ്ടാണ് ഈ രാഹുൽ ഈശ്വർ പ്രസംഗിക്കുന്നത്. ഞാൻ എന്റെ കുറെ സമയം അവനോട് ഫോണിൽ, അങ്ങനെയാണ് ഈ സെട്രസിനും പാരസിറ്റാമോളും കേരളത്തിൽ ഹിറ്റ് ആയത്. പല പീഡകന്മാരും ഇപ്പം സെട്രസിനും പാരസിറ്റാമോളും കൂടുതൽ വാങ്ങുന്നുണ്ട് അവർക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ പിന്നെ ഇത് നമ്മൾ കഴിക്കുവോ? പണ്ടാരം നമ്മളിപ്പോ രാവിലെ തുമ്മൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു സെട്രസിൻ കഴിച്ചാൽ പിന്നെ ആ ദിവസം പോക്കാം. എങ്ങനെയെങ്കിലും പണ്ടാരം ഇതിന്റെ കെട്ടിറങ്ങിയാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിരിക്കുന്ന ഒരു രീതിയാണ് നമ്മളൊക്കെ കഴിക്കുക. ഇവൻ ഉറങ്ങാൻ വേണ്ടി പാരസിറ്റാമോൾ സെട്രസിനും കഴിക്കുക. പിന്നെ പാരസിറ്റാമോൾ ഉറങ്ങാൻ വേണ്ടി കഴിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഈ പറയുന്ന ഡോളോ ഒക്കെ മേടിച്ച് കഴിക്കാറുണ്ടല്ലോ പനിയുടെ അസ്വസ്ഥത എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ. അപ്പൊ നമ്മളൊക്കെ തുമ്മലിന്റെ അസഹനീയതയിൽ നിൽക്കുന്ന സമയത്ത് ഇത് എന്നാലും പരമാവധി കഴിക്കാതിരിക്കാൻ ശ്രമിക്കും. ഇവൻ ഉറങ്ങാൻ വേണ്ടിയാണ് ഈ സാധനം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെല്ലാം പുറം ലോകത്തേക്ക് എത്തിച്ചത് രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വർ അന്ന് മുതൽ ഇന്ന് വരെ ഈ രാഹുൽ ഈശ്വർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ചെയ്തത് എന്തോ വലിയ കാര്യമാണ്. കാര്യം ഇത്രയധികം പെണ്ണുങ്ങളെ ഇവൻ പീഡിപ്പിക്കുമല്ലോ, അവൻ ഭയങ്കര കഴിവുള്ള ഒരു ഭയങ്കര സംഭവം. ഒരു സിനിമയിലോ അങ്ങനെ എന്തോ ഒരു പിന്നെ കോമഡിയിലോ ഒക്കെ വന്നതാണ്. പിന്നെ അവനോട് അധികം നീ സഹകരിക്കുക എന്നൊരു പെണ്ണിനോട് പറയുന്നൊരു സാധനം. എന്താ അവനെ ഒരു എത്ര പീഡന കേസിലെ പ്രതിയാണെന്ന് അറിയാവോ അങ്ങനെ പറയുമ്പോ പെണ്ണിന്റെ നെക്സ്റ്റ് എക്സ്പ്രഷൻ ആണോ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്ന ആ ഒരു തലമാണ് ഈ രാഹുൽ ഈശ്വർ. എന്നിട്ട് ഇപ്പൊ പറ്റിയ എന്താ, ഈ അവനാണെങ്കിൽ പിന്നെ പുതിയ ഫോണുകള്, എല്ലാ ദിവസവും പുതിയ പുതിയ വസ്ത്രങ്ങള്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉപയോഗിക്കാൻ 6-7 കാറുകള്, 5 സ്റ്റാർ സേഫ്റ്റി, Z+ കാറ്റഗറി സുരക്ഷ എന്ന് വേണ്ട അവന് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാം. ഒന്നാലോചിച്ച് നോക്കുക, രാഹുൽ ഈശ്വർ അങ്ങനെയാ ഇപ്പൊ ജീവിക്കുന്നത്. സപ്പോർട്ട് ചെയ്യാനും കൂടെ ചേർത്ത് പിടിക്കാനും കർണാടകയിലെ കുറെ കോൺഗ്രസ്സുകാർ, പിന്നെ ലാൻഡ് മാഫിയകളുണ്ട്, ലാൻഡ് മാഫിയ, അതോടൊപ്പം തന്നെ ഈ റിയൽ എസ്റ്റേറ്റുകാർ, ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒന്നാലോചിച്ച് ഡെയിലി ഓരോ ഉടുപ്പ് പുതിയത് വാങ്ങിയിട്ടോണ്ടിരിക്കുക. പിന്നെ അവൻ ഇഷ്ടപ്പെടുന്ന കാറുകൾ മാറി മാറി എന്ന് വെച്ചാൽ ഒരു VIP പരിഗണനയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യഥാർത്ഥ തെറ്റുകാരൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിരിക്കുന്നിടത്തല്ല നാളെ ഇരിക്കുന്നത്. മര്യാദയ്ക്കുള്ള ആഹാരം അവൻ കഴിക്കുന്നുണ്ട്, അവന് പിന്നെ മേക്കപ്പ് ചെയ്യേണ്ട സമയത്ത് അവൻ മേക്കപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ അവന് മുടി ഡ്രസ്സ് ചെയ്യേണ്ട സമയത്ത് ഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അവന് ഡൈ ചെയ്യേണ്ട സമയത്ത് ഡൈ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടന്നു പോകുന്നുണ്ട്. തെറ്റ് ചെയ്ത് ആരാ? രാഹുൽ മാങ്കൂട്ടത്തിൽ. പാവപ്പെട്ട ജയിലിൽ കിടക്കുന്ന ആരാ? രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുന്നുണ്ട്. അതന്നെ നമ്മളിപ്പോ ആദ്യത്തെ ട്രോളില് കണ്ടത്, വഴിയെ പോയ വള്ളി പിടിച്ച് ഈ പണ്ടുള്ളവർ വഴിയെ പോകുന്ന വയ്യാവേലി ഏണി വെച്ച് പിടിക്കുക, ആകാശത്തോടെ പറന്നു പോകുന്ന വയ്യാവേലി ഏണി വെച്ച് പിടിക്കുക എന്ന് പറയും. അതാണ് രാഹുൽ ഈശ്വർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ സമയത്തോളം പട്ടിണിയാ, മുഴുപട്ടിണി. ഇത്രയും ദിവസമായിട്ട് പച്ച വെള്ളം പോലും ജയിലിൽ നിന്ന് കഴിക്കുന്നില്ല. ഈ പറയുന്ന രാഹുൽ ഈശ്വറിന് രാഹുൽ നിരാഹാരം കിടക്കാന്ന് കഴിച്ചാ പോയി കൂടെയുള്ള ആൾക്കാർ ഇടിക്കും. കാര്യം പിന്നെ കൂടെ ജയിലിൽ കിടക്കുന്നവന്മാർ എടുത്തിട്ട് ഇടിക്കും. നീ അല്ലയോടാ പറഞ്ഞ ഭക്ഷണം കഴിക്കത്തില്ലെന്ന്, പിന്നെ നിങ്ങളുടെ വാരി വലിച്ച് തിന്നുന്നതെന്ന് ചോദിച്ചാൽ അവന്മാർ ചിലപ്പോൾ ഇടിച്ചെന്നിരിക്കും. അപ്പം ഈ ഒരു അവസ്ഥ നിന്നുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ജീവിക്കുന്നത്. എന്നാൽ തെറ്റ് ചെയ്തവനാവട്ടെ, സപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് അവൻ 5 സ്റ്റാർ ഫെസിലിറ്റിയിൽ ലോകം ചുറ്റിക്കൊണ്ടിരിക്കുക. ഇവിടെ ജയിലിന്റെ 4 ചുവരിനകത്ത് അഴി പിടിച്ചുകൊണ്ട് വെള്ളിലോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കേണ്ട ഒരു ഗതികേട് ആലോചിച്ച് നോക്ക്. അതാണ് ട്രോളിനകത്ത് വളരെ കൃത്യമാണ്. ഇത് ആരോ ഉണ്ടാക്കിയെങ്കിലും അവന് ബിഗ് സല്യൂട്ട്. കാര്യം അത്ര കൃത്യമായിട്ടാണ് ഈ സാധനം അങ്ങോട്ട് വെച്ചേക്കുന്നത്. എന്നിട്ട് ഈ പറയുന്ന രാഹുൽ ഈശ്വർ വേറൊരു പ്രശ്നമുണ്ട്. ഈ ജയിലിൽ നിന്ന് ആഹാരം പച്ചവെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പണ്ട് നമ്മുടെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു പിന്നെ സിനിമാ നടൻ BJP നേതാവ് ഉണ്ടായിരുന്നു. തന്നെ തൃപ്പൂണിത്തുറയിൽ അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിൽ വരുന്ന പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നു തലേ ദിവസത്തെ. അന്ന് പഴങ്കഞ്ഞി എടുത്തിട്ട് അതിനകത്തെല്ലാം ഈ പഴയ തലേ ദിവസത്തെ കറികളെല്ലാം കൂടെ അതിനകത്ത് ഇട്ടിട്ട് അവരുടെ പറമ്പിൽ പിന്നാമ്പുറത്ത് കുഴി കുത്തിയിട്ട് ഇല വെച്ചിട്ട് അതിനകത്ത് ഭക്ഷണം കൊടുക്കുമായിരുന്നു പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു മേലാള ബോധ്യം ഈ പറയുന്ന എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വറിന്റെ ഉള്ളിലുണ്ട്. ഈ വലതുപക്ഷ നിരീക്ഷകൻ അദ്ദേഹം ആരായിരുന്നു എന്ന് നമുക്കറിയാം. ഇടയ്ക്ക് ഇപ്പം ഇലാസ്റ്റിക് തലയിലിട്ടുകൊണ്ട് നടന്ന ഒരു രാഹുൽ ഈശ്വറിനെ അറിയാം. അവിടെ ബ്ലഡ് ഇറ്റിച്ചിട്ട് ശബരിമലയെ അശുദ്ധമാക്കാൻ വേണ്ടി
അവരുടെ പ്ലാൻ ബിയോ സിയോ എങ്ങാണ്ട് ഉണ്ടായിരുന്നു. കാര്യം അവിടെ സ്ത്രീകൾ കയറുന്നത് തടയാൻ വേണ്ടിയിട്ട് അതുവരെ ചെയ്യാൻ തയ്യാറായിരുന്നു. ഒന്നുമില്ലെങ്കിൽ മൂത്രം ഒഴിച്ചിട്ടെങ്കിലും അവിടെ അശുദ്ധമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്ത ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ്. അന്ന് അദ്ദേഹം ഹിന്ദുത്വവാദിയായിരുന്നു, ഭയങ്കര കടുത്ത ഹിന്ദുത്വ സമീപനമുള്ള. ഇപ്പൊ പീഡനവാദിയാണ്. പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ട എല്ലാ സ്റ്റാമിനയും ഉൾക്കൊള്ളുകയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാൾ. സ്വന്തമായി ഒരു നിലപാടും ഇല്ലാത്ത വ്യക്തി. അതെ, സ്വന്തമായി നിലപാടൊന്നുമില്ല. പിന്നെ തന്നെയല്ല, പിന്നെ ഈ അന്ന് ശബരിമല അമ്പലം അടച്ചിട്ട് താക്കോലും കൊണ്ട് പോകുമെന്ന് പറയുന്ന തന്ത്രി കുടുംബത്തിൽപ്പെട്ട ഒരാളും കൂടിയാണ്. ഈ അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. അത് ചിലരൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ രാഹുൽ ഈശ്വറുമായിട്ട് യാതൊരു ബന്ധമില്ല, തന്ത്രി കുടുംബമൊക്കെ നിഷേധിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിന്റെ ഒന്നും സത്യാവസ്ഥ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ തന്ത്രി കുടുംബം തന്നെ പറഞ്ഞാണ്, ഇനി സ്ത്രീകൾ കയറിയ ഞാൻ ശബരിമല പൂട്ടി താക്കോലും കൊണ്ടങ്ങ് പോകുന്ന അവരാരാണ്ട് ഇവിടെ എടുത്തു വെച്ചേക്കുന്ന പോലെ ശബരിമല പൂട്ടലും തുറക്കലും ഒക്കെ. അപ്പം ഈ അങ്ങനെ ജീവിച്ചു വന്ന രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഈശ്വറിന്റെ ഉള്ളിൽ ഒരു മേലാള മനോഭാവമുണ്ട്. ഞാൻ ഈ പറയുന്ന അയിത്തം, നമ്മൾ തൊട്ടാൽ അശുദ്ധമാകുന്ന ആൾക്കാരുണ്ടാക്കിയ ആഹാരം കഴിച്ചിട്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ലടാ എന്ന് പരസ്യമായ ഒരു പ്രഖ്യാപനം കൂടി ആയിരിക്കാം ഒരുപക്ഷെ ജയിലിൽ നടത്തിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ നിരാഹാരം എന്ന് തോന്നുന്നു. കാര്യം ജയിലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ നായരും നമ്പൂതിരി ഒന്നും ഈ നായരും നമ്പൂതിരിയൊക്കെ വരും പീഡന കേസുകളിലായിരിക്കും. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും കേസുകളിലായിരിക്കും അവർ വരുന്നത്. അതേസമയം ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ OBC, SC, ST ഈ കാറ്റഗറി വരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും മിക്കപ്പോഴും ജയിലിലേക്ക് വരുന്നത്. പിന്നെ അങ്ങനെ ഈ അവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഒരു തന്ത്രി തന്നെ ഇതിനകത്ത് ഇങ്ങനെയുള്ള ഒരു പീഡന കേസിലൊക്കെ അകത്താവുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. മോഹനരാന്ന് തോന്നുന്നു അന്ന്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവരൊക്കെ തൊട്ട ആഹാരം ഞാൻ കഴിക്കില്ല എന്നുള്ള ഒരു പിടിവാശി കൂടി ഒരു പക്ഷേ രാഹുൽ ഈശ്വറിന്റെ ഈ ക്യാരക്ടർ ഉണ്ടാവാം. പക്ഷെ എന്ത് തന്നെ ആണെങ്കിലും ഇതൊരു വല്ലാത്ത ഗതികേടായിപ്പോയി. ഇത് ഗതികേടെന്ന് തന്നെ പറയേണ്ടി വരും. ഈ സ്വന്തം നാക്കും വായുവാണ്. അതുകൊണ്ട് മിണ്ടായിരുന്നു ശരിക്കും പറയാം. അതുകൊണ്ട് മിണ്ടാതിരിക്കണമായിരുന്നു. ഇതിനകത്ത് നമ്മൾ പാലിക്കേണ്ട ഒരു മൗനമുണ്ട്. അതായത് ചില വിഷയങ്ങളിൽ നമ്മൾ പിന്നെ ഇരയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് വെച്ചു ആ സമയത്ത് മൗനം പാലിക്കണം. അല്ലാതെ വലിച്ചു വാരി അവൻ എന്തോ പിന്നെ രാഹുൽ മാങ്കൂട്ടം എന്തോ ഇവിടെ എന്തോ ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ ശരി, ഇപ്പൊ ഈ പറയുന്ന രാഹുൽ ഈശ്വർ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രാഹുൽ ഈശ്വർ അതിന് തെളിവ് കാണിക്കുക, ജനങ്ങൾക്ക് മുന്നിൽ തെളിവ് കാണിച്ച രാഹുലിന് രക്ഷപ്പെടും, ആ രാഹുൽ രക്ഷപ്പെടും. ഇപ്പൊ അവിടെ ചെന്ന് കോടതിയെ പഠിപ്പിക്കാൻ നിൽക്കുക ഈ രാഹുൽ ഈശ്വർ. കോടതി പിന്നെ അവിടുത്തെ ജഡ്ജി അവിടുത്തെ നടപടികൾ പോലും തടസ്സപ്പെടുന്ന ഒരു ജഡ്ജിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ജഡ്ജി കണ്ടെത്തി കഴിഞ്ഞു ഇവൻ കാണിച്ച അങ്ങേയറ്റത്ത് തോന്നിവാസമാണെന്ന് ജഡ്ജി കണ്ടെത്തി കഴിഞ്ഞു. ആ ജഡ്ജിയെ പഠിപ്പിക്കാതിരിക്കുക. നമ്മൾക്ക് ഒരു ഇരയെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആരും നിർബന്ധിക്കുന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇരയെ സപ്പോർട്ട് ചെയ്യാം. വേണമെങ്കിൽ ഇവിടുത്തെ ഞാൻ പണ്ടൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു മഴ പെയ്യുന്ന സമയത്ത് എല്ലാവരും കുടയും പിടിച്ചുകൊണ്ട് വടക്കോട്ട് പോകുമ്പോൾ പിന്നെ മഴയത്ത് നനഞ്ഞുകൊണ്ട് കുട മുടക്കി കഷത്തി വെച്ച് തെക്കോട്ട് പോകുന്ന തരത്തിലുള്ള മനോരോഗിയാണ് ശരിക്കും ഈ പറയുന്ന രാഹുൽ ഈശ്വർ. അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചീപ്പ് പബ്ലിസിറ്റി ഉണ്ടാകും ഇവിടെ. അതിലൊരു മാനസികാവസ്ഥ, ചീപ്പ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും പോസിറ്റീവ് പറയുമ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ പാട്ടായി പോകും. എല്ലാവരും പിന്നെ ഈ ഇരയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വെറൈറ്റി പറയണം. വെറൈറ്റി പറഞ്ഞാൽ ആൾക്കാർ എന്നെ ശ്രദ്ധിക്കും. അപ്പൊ ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഗുണമാവും. എന്റെ വ്യൂവർഷിപ്പ് കുറച്ച് കൂടും. തന്നെ പിന്തുണച്ചുകൊണ്ട് കുറച്ചധികം ആൾക്കാർ വരും. ഈ ഒരു ധാരണയുടെ പുറത്ത് നിന്നുകൊണ്ട് ഈ രാഹുൽ ഈശ്വർ ഇങ്ങനെ പറഞ്ഞു. പിന്നെ തന്നെയുമല്ല, നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കെണിയിൽ പെട്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നായി പൈസ ഇറക്കിയിട്ടുണ്ട്. അത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റുകളും അതോടൊപ്പം ചില പെണ്ണുങ്ങളുടെ അല്ലാന്നുണ്ടെങ്കിൽ ചില മുഖമില്ലാത്ത ചില പോസ്റ്റുകളും വരുന്നുണ്ട്. ഈ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറേ അധികം പണം ഇതിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും പണം ഈ രാഹുൽ ഈശ്വർ കൈപ്പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം അങ്ങനെ പണം വാങ്ങിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാൻ വേണ്ടി രാഹുൽ ഈശ്വർ നടത്തിയ ശ്രമങ്ങളാണോ ഇത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് തന്നെ വഴിയെ പോയ വയ്യാവയിലെ എടുത്ത് പിടിച്ച ഒരാളായി തന്നെ. പക്ഷെ വേറൊരു ചരിത്രത്തിൽ ഇടം നേടി എന്നുള്ളതാണ് ഈ രാഹുൽ ഈശ്വർ. ചരിത്രത്തിൽ എല്ലാവരും വേണ്ടിയിട്ട് ജയിലിൽ പോയി കിടക്കുന്ന ഒരു അവസ്ഥ. സത്യം പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ ഗർഭമെല്ലാം ഏറ്റെടുത്തിരുന്നെങ്കിൽ പോലും ഇങ്ങേർക്ക് ഈ കുഴപ്പം വരത്തില്ലായിരുന്നു. വേണമെങ്കിൽ രാഹുൽ ഈശ്വറിന് പറയാറുണ്ട് ഇതൊന്നും നടത്തി ഞാൻ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലല്ല, എല്ലാം ഞാനാണ്. ഈ ഒരു കോമഡിക്കകത്തുണ്ട്, എനിക്ക് മണിക്കുട്ടൻ ചവറ എന്ന് പറയുന്ന ഒരു കടയുടെ പിന്നെ ഇങ്ങനെ അവര് ചോദിക്കുന്ന ചോദ്യം വേറൊന്നാ. അപ്പൊ ചോദിക്കാം ചേട്ടാ ഈ കടയുടെ ഓണർ ആരാ? അപ്പൊ ഇങ്ങനെ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിൽ കുടുങ്ങിപ്പോകും. അവസാനം ചോദിക്കാം എന്താ ഉദ്ദേശം? അന്നേരം പറയാം വാടകയ്ക്ക് കൊടുക്കണം, കാശുണ്ടാക്കണം എന്ന് പറയുന്ന പോലെ. ഇതേപോലെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നേ. രാഹുൽ മാങ്കൂട്ടത്തിലല്ല തെറ്റുകാരൻ, എല്ലാം ചെയ്തത് ഞാനല്ല ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് നിന്നിരുന്നെങ്കിൽ പോലും ഇത്രയും കാലം ജയിലിൽ കിടക്കേണ്ടി വരത്തില്ലായിരുന്നു.
ഇത്രയും കാലം ജയിലിൽ പിടിച്ച് ഒന്നുകിലകത്ത് കൊണ്ടിടും, പിന്നെ കുറച്ചു കാലം ഈ ചെയ്തു പോയ തെറ്റിനെല്ലാം കൊണ്ടൊന്ന് സമസ്താപരാധം പറയും എന്ന് പറയട്ടെ അകത്ത് പിടിച്ചിടും. അല്ലാതെ ചെയ്യാത്ത കുറ്റത്തിനകത്ത് കിടക്കേണ്ടി വരത്തില്ല. വെറുതെ വായിട്ടല്ല ഇമാതിരി പണി മേടിച്ച് ട്രോൾ മെറ്റീരിയൽ ആവേണ്ട ഗതിയുടെ വരത്തില്ല. ഈ നാട്ടുകാരെല്ലാം കയറി മേയുക ട്രോൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വറിനെ നമ്മൾക്ക് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കും. രാഹുൽ ഈശ്വർ നമ്മുടെ സബ്ജക്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ നമ്മുടെ സബ്ജക്റ്റേ ആവാണ്ട സാധ്യതയില്ല. ഇപ്പൊ എങ്ങനെയാ ഈ സാധ്യത ഉണ്ടായത്? ഇമാതിരി അബദ്ധം കാണിച്ചു. അപ്പൊ ഇനിയും ട്രോളുകൾ നിരവധി വരും. ഈ പറയുന്ന മാമുക്കോയുടെയും ജയറാമിന്റെയും ട്രോളുകൾ, അങ്ങനെ നിരവധി ട്രോളുകൾ വരും. പിന്നെ ഈ പറയുന്ന പോലെ രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വന്നാലും അവന് പോസിറ്റീവാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇനി വാരി വലിച്ചിട്ട് ഉടുത്താലും ശരി അതെല്ലാം കയറി ഏറ്റെടുത്തുകൾ ഇങ്ങനെ കാണിക്കും. രാഹുൽ ഈശ്വറിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഈ ചാനൽ ചർച്ച കയറി ഇരുന്നാലും ഇങ്ങനെ കാണിക്കും. എന്നിട്ട് ഒരു വരി ഒരു 30 മിനിറ്റ് 30 സെക്കൻഡ് 10 സെക്കൻഡ് ഇപ്പൊ കണക്കങ്ങനെ ഒരു വരി കൂടി ഞാൻ പറയട്ടെ, ഒരു വരി 30 സെക്കൻഡ് അഭിലാഷ എന്നൊക്കെ പറഞ്ഞിട്ട് ചാനൽ ചർച്ചയിലൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളാണ് രാഹുൽ ഈശ്വർ. അതുകൊണ്ട് ട്രോളുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. അതൊക്കെ പുള്ളി അതിന്റെ പോസിറ്റീവ് ഇമ്പാക്റ്റിൽ എടുക്കുകയുള്ളൂ. ഇതെല്ലാം എനിക്ക് പോസിറ്റീവ് ആണ് എന്നുള്ള ധാരണയിൽ രാഹുൽ ഈശ്വർ മുന്നോട്ട് പോവുകയും ചെയ്യും. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. ഇനിയും പല വയ്യാവേലികളും ഇതുപോലെ രാഹുൽ ഈശ്വർ എടുത്തു വെക്കുകയും ചെയ്യും. ഒന്നിലൊന്നും ഒടുങ്ങുന്ന ആളൊന്നും അല്ല ഈ രാഹുൽ ഈശ്വർ. കിട്ടുന്ന എല്ലാം വഴിനീളം ഓടി നടന്ന് മേടിച്ചോളും. അങ്ങനെ ഒരു സമാധാനം. അതെ.